Hi friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബേക്കറി ആയിട്ടാണ്. മുട്ട ബിസ്ക്കറ്റ് എന്നാണ് ഞങ്ങളൊക്കെ പറയുക. അങ്ങനെ പല സ്ഥലത്തും പല പേരാണ് കേട്ടോ പറയുന്നത്. കോയിൻ ബിസ്ക്കറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ബേബി ബിസ്ക്കറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അതെങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 2 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 2 മുട്ട മുഴുവനായിട്ട് എടുത്തിട്ട് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കാണ്. അപ്പോൾ മുട്ട നമ്മൾ എന്ത് സംഭവം ഉണ്ടാക്കുമ്പോഴായാലും അതെടുക്കുമ്പോൾ ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ മധുരം കുറച്ച് കുറവ് മതി എന്നുണ്ടെങ്കിൽ 3-4 ടേബിൾ സ്പൂണായിട്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല മധുരമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. വിസ്ക് വെച്ചിട്ടാകുമ്പോൾ ഒന്നുകൂടി പെട്ടെന്ന് നമുക്കതൊന്ന് മിക്സായി കിട്ടും, അത്രയേ ഉള്ളൂ വ്യത്യാസം. അതുപോലെ ഇലക്ട്രിക് ബീറ്റ് ആണെങ്കിൽ ഒന്നും കൂടി നല്ല എളുപ്പത്തിന് അത് മിക്സായി കിട്ടും. അപ്പോൾ സ്പൂണൊക്കെ വെച്ചിട്ടാകുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ കേട്ടോ. അല്ല നമുക്ക് സ്പൂൺ വെച്ചിട്ടായാലും ചെയ്യാം. അപ്പോൾ വിസ്ക് ഇല്ലാന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പഞ്ചസാരയും മുട്ടയും ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരണം. പിന്നെ നമ്മൾ എന്ത് മധുര സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴായാലും അതിലൊരു നുള്ള് ഉപ്പ് ചേർക്കാറുണ്ട്. അപ്പോൾ ആ ഒരു നുള്ള് ഉപ്പ് ഞാൻ ഇതിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പൊടി മതി, ഒരു പിഞ്ച് ഉപ്പ് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ. കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു നുള്ള് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരാനാണ് കേട്ടോ. പിന്നെ വേണ്ടത്, ഞാനിപ്പോൾ നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യ് ഉരുക്കിയതാണ്. അത് ഒരു 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെയ്യില്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ആണെങ്കിലും ബട്ടർ ഒന്ന് ഉരുക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതിന് ഒരു മയം ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബട്ടർ അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വാനില എസൻസ് ആണ്. വാനില എസൻസിന് ചിലപ്പോൾ ആ ഒരു മണം ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് പൈനാപ്പിൾ എസൻസ് ചേർത്താലും മതി. അപ്പോൾ നമ്മുടെ ആ മുട്ടയുടെ ആ ഒരു സ്മെല്ലും ഇതൊന്നും ഉണ്ടാവില്ല, നല്ല ഒരു ഫ്ലേവർ കിട്ടും നമ്മുടെ മുട്ട ബിസ്ക്കറ്റിന്. അപ്പോൾ അതൊരു 2 ഡ്രോപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ ഈ യെല്ലോ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ മുട്ട ബിസ്ക്കറ്റ് എന്നൊക്കെ പറയുന്ന ഈ സംഭവത്തിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ കളറാണ്. അപ്പോൾ ഇപ്പോൾ കളറൊന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ബേക്കറിയിൽ കളറില്ലാത്ത കോയിൻ ബിസ്ക്കറ്റും അവൈലബിൾ ആണ്. അപ്പോൾ കളർ വേണ്ടാന്നുണ്ടെങ്കിൽ കളർ ചേർക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു യെല്ലോ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒരു പിഞ്ച് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നല്ലൊരു യെല്ലോ കളർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ യെല്ലോ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഒരുവിധം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു ബിസ്ക്കറ്റാണ് ഈ ഒരു കോയിൻ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ മുട്ട ബിസ്ക്കറ്റ് എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ കൂടുതലായിട്ടും മുട്ട ബിസ്ക്കറ്റ് എന്നാണ് ഇതിനെ പറയാറ്. പിന്നെ പലരും ബീൻസ് അല്ലെങ്കിൽ കോയിൻ ബിസ്ക്കറ്റ്, യെല്ലോ ബിസ്ക്കറ്റ്, അങ്ങനെ പല പേരുകളിലായിട്ട് നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റ് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് പേരാണ് ഇതിന് വിളിക്കുന്നതെങ്കിൽ ആ ഒരു സംഭവം വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്തതിന് ശേഷം ചേർക്കേണ്ട ഒരു ചേരുവയാണ് മൈദ. അപ്പോൾ മൈദ ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. മൈദ ഞാനിപ്പോൾ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് ഒന്നിച്ച് നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടില്ല, കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച് കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇല്ലാതിരിക്കാനാണ് നമ്മൾ കുറേശ്ശെ ഇട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അത് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു മിക്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. നല്ല ലൂസ് ആവാൻ പാടില്ല, എന്നാൽ നല്ല കട്ടിയാവാൻ പാടില്ല കേട്ടോ, നല്ല തിക്കും ആവാൻ പാടില്ല. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് ബാറ്റർ കലക്കിയെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ ഞാൻ 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ബേക്കിംഗ് പൗഡർ ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ ചേർക്കണമെങ്കിൽ ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്ന മൈദയുടെ കൂടെ മിക്സ് ചെയ്തിട്ടായാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതെങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കണ്ടോ, നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്.
അതിനുശേഷം നമുക്ക് ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൈപ്പിംഗ് ബാഗ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് കാണിക്കുന്നത്. സാധാ ഒരു കവർ, നമ്മുടെ കയ്യിലുള്ള ഒരു കവർ ഉണ്ടെങ്കിൽ അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ ഒരറ്റം നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിലും നമുക്കിങ്ങനെ പൊട്ടിപ്പോവില്ല, സൈഡൊന്നും പൊടിഞ്ഞ് പോവില്ല എന്നുള്ള ഉറപ്പുള്ള പോലത്തെ ഒരു കവർ എടുത്തിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. കണ്ടോ, നല്ല കറക്റ്റായി. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിലായാലും ചെയ്യാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് കാണിച്ചത്. സാധാ ഒരു കവർ, കുറച്ച് കട്ടിയുള്ള കവർ ഉണ്ടെങ്കിൽ ആ കവറിൻ്റെ ഒരറ്റം ചെറിയ തോതിലൊന്ന് കട്ട് ചെയ്തിട്ട്, അധികം ഹോള് വലിപ്പം പാടില്ല കേട്ടോ, ചെറിയൊരു ഹോളേ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ബാറ്റർ നന്നായിട്ട് നമ്മൾ സ്ക്യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വരും. അപ്പോൾ നമ്മുടെ കോയിൻ ബിസ്ക്കറ്റിന് അതിൻ്റെ ഷേപ്പ് കറക്റ്റ് ആവില്ല, ഭയങ്കര വലിയ ഷേപ്പായിട്ട് മാറും. അതിനുശേഷം ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ നോൺ സ്റ്റിക്ക് പാനിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് നെയ്യ് പുരട്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്കിനി നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുള്ള ബാറ്റർ സ്ക്വീസ് ചെയ്ത് ഓരോ ഡ്രോപ്പ് പോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഡ്രോപ്പ് പോലെ ഇട്ട് കൊടുക്കുകയാണ്. അധികം വലിപ്പമൊന്നും വേണ്ട, ചെറിയൊരു ഡ്രോപ്പായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അത് തന്നെ ഇങ്ങനെ ഒന്ന് പരന്ന് വരും. അപ്പോൾ ഇങ്ങനെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ പൊന്തിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. തന്നെ അതിങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ അതിലേക്ക് കൊള്ളാവുന്ന രീതിയിൽ നമ്മൾ അധികം അടുപ്പിച്ച് ചെയ്യാൻ പാടില്ല. കാരണം അതൊന്ന് ഒരു ഇത്തിരിയും കൂടി പരന്ന് വരുന്നത് കൊണ്ട് നമ്മൾ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു ഡ്രോപ്പ് ഇട്ട് കൊടുക്കാനായിട്ട്. വളരെ എളുപ്പമാണ് ഈ ഒരു മുട്ട ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കോയിൻ ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട്. നമുക്കിനി ബേക്കറിയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട്. പിള്ളേർക്കെന്ന് മാത്രമല്ല, ഒത്തിരി മുതിർന്നവർക്കായാലും ഒത്തിരി ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഒരു മുട്ട ബിസ്ക്കറ്റ്. അതിനുശേഷം നമ്മൾ നാശമായ വല്ല പാനോ ഇതുപോലത്തെ വല്ല നോൺ സ്റ്റിക്ക് പാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതാദ്യം വെക്കുക. അതിനുശേഷം അതിന് മുകളിലായിട്ട് വേണം നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുള്ള നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടല്ലോ, ഈ ഡ്രോപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ള നോൺ സ്റ്റിക്ക് പാൻ വെക്കാനായിട്ട്. അതിനുശേഷം അത് ഒരു മൂടി വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള നോൺ സ്റ്റിക്ക് പാൻ ഒരു 10 മിനിറ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അതിന് ശേഷം വേണം അതിന് മുകളിൽ ഈ പാൻ വെക്കാനായിട്ട്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുട്ട ബിസ്ക്കറ്റ് ഇതാ റെഡിയായി. അതിനുശേഷം അത് തണുത്തതിന് ശേഷം വേണം അത് നമ്മൾ ആ ബട്ടർ പേപ്പറിൽ നിന്ന് വിടിയിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്കതൊരു ഇത്തിരി പദം പോലെ തോന്നും, പക്ഷെ അത് നന്നായിട്ട് തണുത്ത് വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ചൂടോട് കൂടി തൊട്ട് നോക്കുമ്പോൾ ഒരു ഇത്തിരി പദം തോന്നിയാലും കുഴപ്പമൊന്നുമില്ല. അത് നന്നായി തണുത്ത് വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അപ്പം അതിൻ്റെ സൈഡ് വശങ്ങളിലൊക്കെ ഒരു ഗോൾഡൻ കളർ ഇങ്ങനെ വരും. അപ്പോൾ നമ്മുടെ മുട്ട ബിസ്ക്കറ്റ് കറക്റ്റ് ആയിട്ടോ. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കടയിൽ നിന്നൊന്നും ഇനി ഇങ്ങനെ മുട്ട ബിസ്ക്കറ്റ് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.